ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ നമുക്ക് മൊബൈൽ ആപ്പ് യൂസ് ചെയ്ത് എങ്ങനെയാണ് C++ കോഡിംഗ് ചെയ്യാം എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ആ മൊബൈൽ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ആപ്പിൻ്റെ പേര് C++ കോഡിംഗ് എന്നാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഓപ്പൺ കാണിക്കുന്നത്. നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഡ് വിൻഡോ എഡിറ്ററിലേക്ക് വരും. ഓക്കെ, ഈ എഡിറ്റർ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, കാരണം നമ്മൾ ജീനിയിലൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് നേരത്തെ ഞാൻ ചെയ്ത് വെച്ചൊരു പ്രോഗ്രാമാണ്. ഇങ്ങനെയുള്ളൊരു നേരത്തെ നമ്മൾ ചെയ്ത ആ ഒരു പ്രോഗ്രാം വിൻഡോയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് 2 നമ്പറിൻ്റെ സമ്മ് കാണാനുള്ളൊരു പ്രോഗ്രാമാണ്. ഇനി ഇത് സോഫ്റ്റ്വെയറിനെ കുറിച്ച്, നമ്മൾ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആപ്പ് ഇപ്പോൾ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റാണ്. അത് കാരണം നമുക്ക് എറേഴ്സൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാം. ടൈപ്പ് ചെയ്യുന്ന മിസ്റ്റേക്കൊക്കെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ പാഡ് ഉണ്ട്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, കേളി ബ്രേസസ്, കോഡ്സ്, ഇതൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഓഫ്ലൈനിലും ഇത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഓൺലൈൻ നെറ്റ് വേണമെന്നില്ല, ഓഫ്ലൈനിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ പുതിയൊരെണ്ണം എടുക്കുമ്പം അതായത് ഓൾറെഡി ഇങ്ങനെ ടെക്സ്റ്റ് ഉള്ള കാരണം പുതിയൊരു പ്രോഗ്രാം എൻട്രി ആണ്. ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്യുമ്പോൾ വേറൊരു പേരിൽ സേവ് ചെയ്താൽ മതി. അപ്പോൾ സേവ് ചെയ്യാനും ഒക്കെയാണ് ഈ മെനുവിൽ സേവ്, ഓപ്പൺ എന്നൊക്കെ മെനൂസ് ഉണ്ട്. അപ്പോൾ ഓപ്പൺ ആണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ, സേവ് ആണെങ്കിൽ നമുക്ക് പുതിയൊരു പേരിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് .cpp ഫയൽ തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ റൺ കമാൻഡാണ്. 2 നമ്പറിൻ്റെ സമ്മ് കാണാനാണല്ലോ. ഓക്കെ, റൺ. അപ്പോൾ അതിൽ എൻ്റർ 2 നമ്പേഴ്സ് അല്ലേ, ഞാൻ 2 നമ്പർ എൻ്റർ ചെയ്യുന്നു, 3 and 5. ഓക്കെ, അപ്പോൾ 8 എന്ന ആൻസർ വന്നു. എൻ്റർക്ക് പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവാം. ഇനി ഈ ഒരു എഡിറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്റ്റൊക്കെ പോസിബിളാണ്. കട്ട് ആൻഡ് കോപ്പി പേസ്റ്റൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ ടൈപ്പ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്ത് ഡിലീറ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈസിയാണ്. ഇനി ഞാൻ വേറൊരു സേവ് ചെയ്ത് വെച്ച് വേറൊരു ഫയൽ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ഇതിപ്പോൾ 2 നമ്പറിൻ്റെ സമ്മ് കാണാനുള്ളതാണ്. ഇവിടെ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്, അത് ഓപ്പൺ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു നമ്പർ ഇൻപുട്ട് ചെയ്തിട്ട് അത് പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. നമുക്കതും കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ. ഒരു നമ്പർ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എൻ്റർക്ക് പ്രസ് ചെയ്താലും കൊണ്ടുവരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ കോഡിങ് ഈസി ആക്കാം. നമുക്ക് പഠിക്കുന്ന പ്രോഗ്രാം ഇതിലൂടെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇനി സേവ് ചെയ്യുന്ന ഒന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പം സേവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിഫോൾട്ടൊരു നെയിം വരും. ഈ നെയിം ഡിലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ പേര് കൊടുത്തിട്ട് സേവ് ചെയ്യുന്നത്. ഇങ്ങനെ സേവ് ചെയ്യുന്ന സംഭവം നമുക്ക് ഫയൽ മാനേജറിൽ ഓപ്പൺ ചെയ്യാം, ഇതിലൂടെ ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.